ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അറിയാം ചേച്ചി, ഇപ്പൊ ഏട്ടൻ ഓഫീസിലാ, ഉടനെ എങ്ങും വരില്ല. അതുകൊണ്ട് ചേച്ചി പെട്ടെന്ന് ഫോണൊന്നും വെച്ച് കളയരുത്. ആദ്യം നിന്റെ വിശേഷങ്ങളൊക്കെ പറ, ചേച്ചി കേക്കട്ടെ. ഇപ്പൊ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ചേച്ചി. അഥവാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഉടനെ എന്നെ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് എത്തിച്ചിരിക്കും. അതിന് പരിഹാരം കണ്ടിട്ടേ ഏട്ടന് ബിസിനസ് കാര്യങ്ങൾ എന്തോ ഉള്ളൂ. ആശ്വാസം. വിക്രം ഒരു പ്രത്യേക സ്വഭാവക്കാരനാണെങ്കിലും ഈ സമയത്ത് അയാൾ നിന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും ഒക്കെ നീ ദൈവത്തോട് നന്ദി പറയണം മോളെ. നന്ദി പറയുന്നുണ്ട് ചേച്ചി. ഒപ്പം ചേച്ചിയുടെ പ്രാർത്ഥനയുണ്ടാവണം. അത് എപ്പോഴും ഉണ്ടല്ലോ. ആ പിന്നെ അച്ഛമ്മ എന്ത് പറയുന്നു? ശബ്ദമൊന്നും കേൾക്കാനില്ലല്ലോ. ശബ്ദമൊക്കെ ഉണ്ട്, പക്ഷെ ഏട്ടനെ ഭയന്ന് വോളിയം അല്പം കുറച്ചിട്ടുണ്ടെന്ന് മാത്രം. അന്ന് ചേച്ചിയൊക്കെ വന്നപ്പോ പരിചയപ്പെട്ട വേലക്കാരിയില്ലേ, അവരോടൊപ്പോ അച്ഛമ്മ സമയം ചെലവഴിക്കുന്നത്. അച്ഛമ്മയുടെ പുരാണ കഥകളൊക്കെ അവര് താല്പര്യപൂർവ്വം കേൾക്കുന്നുണ്ട്. പിന്നെ അച്ഛമ്മയെ ശരിക്കും സുഖിപ്പിക്കുന്ന തരത്തിലൊക്കെ വർത്താനം പറയാനും അവര് മിടിക്കുക. അതുകൊണ്ട് അച്ഛമ്മയെ സംബന്ധിച്ചിടത്തോളം ബോറടിയുടെ പ്രശ്നമേ ഇല്ല. അതൊരാശ്വാസം. പിന്നെ മറ്റു വിശേഷങ്ങളൊന്നുമില്ലല്ലോ? എനിക്ക് തൽക്കാലം മറ്റു വിശേഷങ്ങളൊന്നുമില്ല. ചേച്ചിയുടെ പുതിയ വീട്ടുവിശേഷങ്ങളാ അറിയേണ്ടത്. സുഖാണ് മോളെ. ആ പിന്നെ തമാശ അതല്ല, ഇവിടെ ഒരാള് ഉത്തമ ഗ്രഹനാഥന്റെ റോളിലാ. അതാര്? വേറെ ആര്, എന്റെ ഭർത്താവ് ജഗൻ. എന്ത് ജോലി ചെയ്തിട്ടാണേലും ഭാര്യയെ പോറ്റാൻ മനസ്സുള്ളൊരു ഭർത്താവ്. ഞാൻ അക്കാര്യത്തില് ഭാഗ്യവതിയാണ് വർഷേ. സന്തോഷായി ചേച്ചി. ജാതകദോഷവും എന്തുമാത്രം അപവാദങ്ങളും കേട്ടതാ എന്റെ ചേച്ചി. അങ്ങനെയുള്ള ചേച്ചിക്ക് ദൈവം കരുതി വെച്ചിരുന്ന പുണ്യമായ ജഗൻ ചേട്ടൻ. സന്തോഷമായി ചേച്ചി. മോളെ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. എപ്പോഴും എന്റെ പ്രാർത്ഥനയുണ്ട്. തൽക്കാലം ഞാൻ ഫോൺ വെക്കാം. ശരി ചേച്ചി. ശരി മോളെ. മാന്യമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കാൻ പോലും അനുവദിക്കാത്ത നിങ്ങളാണോ ഒരു അച്ഛൻ? നിങ്ങൾ അച്ഛനെയും മകനെയും തമ്മിൽ തെറ്റിക്കുന്നതും തെറ്റണമെന്ന് ആഗ്രഹിക്കുന്നതും ജഗന്റെ ആനന്ദ വലിയ അപ്പച്ചി മാത്രാണ്. കൊട്ടാ